അത്യുന്നതനായ ദൈവമേ, നിഗൂഢമായവയെ അറിയുന്നവനെ, അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ സർവവും സൃഷ്ടിച്ചവനെ, ശാന്തമധുരമായ പരിപാലനയാൽ സർവവും ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്നവനെ, ഞങ്ങൾ യാചിക്കുന്നതിനേക്കാൾ അധികമായി എപ്പോഴും നൽകുന്നവനെ, അങ്ങയുടെ ഏകസുതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ദിവ്യരക്തത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയെ സ്ഥാപിച്ചു. അതിൽ അങ്ങയുടെ ഏകജാതൻ മനുഷ്യവർഗത്തിന് നൽകിയ സത്യജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനെ സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും മൽപ്പാന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മുഖം ഈ ദാസന്റെ മേൽ പ്രതിഫലിപ്പിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി തന്നെ സമർപ്പിച്ച നിത്യപുരോഹിതനെ അനുകരിച്ച് പൗരോഹിത്യത്തിന്റെ പരിപൂർണതയിലെത്തിച്ചേരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഈ ശുശ്രൂഷ വഴിയായി പരിശുദ്ധാത്മാവിനാൽ ഇദ്ദേഹം ശക്തി പ്രാപിക്കട്ടെ. ദൈവമേ, സത്യത്തിന്റെ പിതാവേ, പരിശുദ്ധനും സ്തുത്യർഹനുമായവനെ, നിർമ്മല ഹൃദയത്തോടുകൂടെ സത്യവിശ്വാസം പ്രസംഗിച്ചുകൊണ്ട് അങ്ങയുടെ അജഗണത്തെ മേയ്ക്കുന്നതിനുള്ള അനുഗ്രഹം ഇദ്ദേഹത്തിന് നൽകണമേ. അന്ധകാരത്തിൽ വ്യാപരിക്കുന്നവർക്ക് ഇദ്ദേഹം പ്രകാശവും അറിവില്ലാത്തവർക്ക് അധ്യാപകനും യുവാക്കൾക്ക് ബാലികാബാലന്മാർക്ക് ഉപദേഷ്ടാവുമായിരിക്കട്ടെ. ഭൂമിയിലും സ്വർഗത്തിലും കെട്ടുന്നതിനും അഴിക്കുന്നതിനുമുള്ള അധികാരം കർത്താവേ ഉന്നതത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് നൽകണമേ. രോഗികൾ ഇദ്ദേഹത്തിന്റെ കൈവപ്പ് വഴി സുഖം പ്രാപിക്കട്ടെ. ദൈവമഹത്വത്തിനായി അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഇദ്ദേഹം വഴി അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തിയാൽ സഭാ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും ശംശാനമാരെയും ഹെപ്തിയാക്കന്മാരെയും കാറോയക്കാരെയും ശംശാനീസകളെയും ഇദ്ദേഹം ഉളവാക്കട്ടെ. അങ്ങയുടെ ജനത്തെയും മേച്ചിൽ സ്ഥലത്തെ അജഗണത്തെയും ഇദ്ദേഹം ഒന്നിച്ചു കൂട്ടുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഇദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെടുന്നവരെ ദൈവഭയവും പരിശുദ്ധിയും കൊണ്ട് ഇദ്ദേഹം നിറയ്ക്കട്ടെ. അങ്ങയുടെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുൻപിൽ ആത്മവിശ്വാസത്തോടുകൂടെ നിൽക്കുന്നതിനും ഉത്സാഹികളായ കാര്യസ്ഥന്മാർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിസമ്മാനം അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും അനുഗ്രഹത്താലും അങ്ങിൽ നിന്ന് സ്വീകരിക്കുന്നതിനും ഇദ്ദേഹം അർഹനായി തീരുന്നതിനെ ഉന്നതത്തിനുള്ള ശക്തി കർത്താവേ ഇദ്ദേഹത്തിന് നൽകണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹകാർമികന്മാർ തങ്ങളുടെ വലതുകരങ്ങൾ മെത്രാപ്പോലീത്ത പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ പാർശ്വങ്ങളിൽ നിന്ന് എടുക്കുകയും ചുമലിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം മാറ്റുകയും ചെയ്യുന്നു. ആചാരം ചെയ്ത ശേഷം നവാഭിഷിക്തൻ എഴുന്നേൽക്കുന്നു. ശുശ്രൂഷ സ്ഥാന ദൗത്യ ചിഹ്നങ്ങളുടെ കൈമാറ്റമാണ് തുടർന്ന് നടക്കുന്നത്. മേൽപ്പെട്ട സ്ഥാന ചിഹ്നങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെ കാർമികൻ അദ്ദേഹത്തെ കിരീടം ധരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വലതുകരത്തിൽ അംശവടി അഥവാ ഇടയന്റെ വടി പിടിപ്പിക്കുകയും ദൈവജനത്തെ ആശീർവദിക്കുവാൻ
കൈസ്ലീവ നൽകുകയും ചെയ്ത ശേഷം നെറ്റിയിൽ റൂഷ്മ ചെയ്ത് മെത്രാപ്പ് അഭിഷേക പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. Now we have Traditio Instrumentorum, handing over of the instruments, where the bishop-elect is given specific instruments of his office, while the cross and ring are given at the appointment. During the consecration, he receives the mitre, representing the eternal crown that will be rewarded to him for his faithful episcopal ministry, and the crozier, symbolizing his role as shepherd of the faithful. അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജഗണത്തെ നിഷ്കളങ്കതയോടുകൂടെ സകല ദൈവഭയത്തിലും വിശുദ്ധിയിലും മേയിക്കുന്നതിന് നമ്മുടെ കർത്താവ് അങ്ങേ സ്വർഗീയ മഹത്വത്തിന്റെ കിരീടം അണിയിക്കട്ടെ. നിഗൂഢമായ ആത്മീയായുധം അങ്ങേ ധരിപ്പിക്കുകയും നീതിയുടെ പ്രവർത്തികളാൽ അലങ്കരിക്കുകയും ദൈവീക ദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങേ പ്രശോഭിതനാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ദൈവം സിയോനിൽ നയിച്ച് ശക്തിയുടെ ദണ്ഡായ ഈശോ മിശിഹ അങ്ങേയും അങ്ങേ മേയ്ക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ. നിസീബിസ് അതിരൂപതയുടെ സ്ഥാനിക മെത്രാപ്പോലിത്തയായി ആത്മീയ ശുശ്രൂഷയ്ക്കായി ജോർജ് കാർഡിനൽ കൂവക്കാട്ട് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. തന്റെ അജഗണങ്ങളെ മേയ്ക്കുന്നതിനായി അങ്ങേ തെരഞ്ഞെടുത്ത മിശിഹ അന്ത്യം വരെ അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നതിന് അങ്ങേ ശക്തനാക്കട്ടെ. ആമീൻ. ഇതാ നമുക്കായി ഒരു മെത്രാപ്പോലിത്ത. സ്വർഗം ആനന്ദിക്കുന്നു, ഭൂമി സന്തോഷിക്കുന്നു. പരിശുദ്ധ റൂഹായുടെ കൃപാവരത്താൽ മെത്രാഭിഷേകം സ്വീകരിച്ച കൂവക്കാട്ട് മാർ ജോർജ് മെത്രാപ്പോലിത്തായെ നമുക്ക് നൽകി ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം.